ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ചുണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ ഒരു ഫുൾ വീഡിയോ ആയാലോ? ഇതാ വിളഞ്ഞ പാകമായിട്ട് ഉള്ള ചുണ്ടയ്ക്കാണേ. അതാണ് നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അത് പറിച്ചെടുത്ത് ഒരു പാത്രത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വിളഞ്ഞത് മാത്രമേ പറിക്കുന്നുള്ളൂ. ഇതാ പാത്രത്തിലിട്ട ചുണ്ടയ്ക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ പൊടികളൊക്കെ അതിൻ്റെ ഒരു പൊടിയുണ്ട് അതിൻ്റെ മണ്ടയ്ക്കുള്ള, അതെല്ലാം ഒന്നൊന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഓരോ ചുണ്ടയ്ക്കയും ഇതുപോലെ നമ്മളെടുത്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ആ കമ്പിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. കണ്ട ഗ്രീൻ പീസ് പോലെ ഇരിക്കും. നല്ല ഭംഗിയാണ്. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ഇടികല്ലിലോ അരകല്ലിലോ വെച്ച് നമുക്കത് ചതച്ചെടുക്കാം. എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ചതച്ചെടുക്കാം. ഓരോ പിടി വീതം എടുത്ത് നമ്മൾ ഇടിച്ച് അത് വാരി വയ്ക്കുന്നുണ്ട്. ശേഷം ബാക്കിയിട്ട് ഇടിക്കുന്നുണ്ട്. ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഇട്ടൊന്ന് കഴുകിയെടുക്കാം. എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് വെള്ളത്തിലാണ് ഇത് കഴുകുന്നത്. അതിൻ്റെ അരിയെല്ലാം നല്ലപോലെ പോകുന്നത് പോലെ കഴുകിയെടുക്കണം. നല്ലപോലെ ആദ്യത്തെ വെള്ളം കഴുകിയെടുത്തു. ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകുന്നുണ്ട്. അങ്ങനെ 3-4 വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ടുള്ളത്. അതിനകത്തെ അരി എല്ലാം പോകണം. അങ്ങനെ പോയില്ലെങ്കിൽ അത് കഴിക്കും. അതുകൊണ്ടാണ് എല്ലാം നല്ലപോലെ കഴുകി എടുത്തിട്ട് നമ്മൾ ചീനിച്ചട്ടി ഓണാക്കി അതിലേക്ക് കടുക് വറുത്തിട്ട് നമ്മുടെ ചുണ്ടയ്ക്ക് അതിനകത്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മളൊന്നുകൂടെ എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് വെള്ളം എല്ലാം പറ്റുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ട് ശേഷം അത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ചുണ്ടയ്ക്ക മെഴുക്കുവരട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായി വഴറ്റി ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ചുണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറായി. ഇനി നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. വിളഞ്ഞ കായ എടുക്കാൻ പാടില്ല. നല്ല പച്ചക്ക മാത്രമേ എടുക്കാൻ പാടുള്ളൂ.